ഹലോ അമ്പിളി മാഡം, വെൽക്കം ടു VMC മലയാളമ്മ. എത്ര കാലമായി ധ്യാനത്തിലേക്ക് വന്നിട്ട്? എന്തൊക്കെ മാറ്റാളേ? ഒരു വർഷമാവണം. ഉറക്കെ പറയും. ഒരു വർഷമാവണം. VMC കാണാൻ തുടങ്ങിയിട്ട് തുടങ്ങി. ആദ്യം ഞാനത് ട്രോൾ അങ്ങനെ വീഡിയോ ചെയ്തത് കേട്ടിട്ട് അത് കേൾക്കുമ്പോ ഇഷ്ടം തോന്നിയില്ലേ? ഇഷ്ടം തോന്നി. മാമിനെ കണ്ടു, ഒന്ന് രണ്ടു വർഷം ഒന്നും ആലോചിച്ചു. പിന്നെ അത് അങ്ങോട്ട് മെയ് മാസത്തിൽ കണ്ടു. പിന്നെ അത് അങ്ങോട്ട് വിട്ടു. പിന്നെ എനിക്ക് അതിനോട് പിന്നെയും കണ്ടപ്പോ ഒന്നും കൂടെ അത് കേട്ടു. അപ്പൊ ഒരു മാഡം പറയണ്ടായിരുന്നു, ഡ്രൈവിങ് എനിക്ക് കാറ് പഠിച്ചു, ഇനി എനിക്ക് ലോറി പഠിക്കാം. അതെന്താന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയതായിരുന്നു. അപ്പൊ പിന്നെ എനിക്കത് ഞാൻ തിരയണത് ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാനത് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ലോണം ഇരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു, നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല വിശപ്പ് അധികം, ആഹാരം അധികം കഴിക്കണ്ട, വിശപ്പ് കുറവ്. ധ്യാനം ചെയ്യുന്നതോറും വിശപ്പ് കുറഞ്ഞു തുടങ്ങി. ഞാൻ തന്നെ വിചാരിക്കും, ഞാൻ അധികം കഴിച്ചില്ലല്ലോ, പക്ഷെ എനിക്ക് വിശക്കണില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു, നല്ലൊരു ഇതായിരുന്നു. പിന്നെ ഞാൻ അത് ഡൗൺ ആയി. കാരണം മോന്റെ കല്യാണം കഴിഞ്ഞ ആൾക്കാരൊക്കെ വന്നപ്പോ എനിക്ക് മോന്റെ കല്യാണം കഴിഞ്ഞോ? അയ്യോ, കൊച്ചുകുട്ടിയെ പോലെ തോന്നുന്നുണ്ടാ. എന്നിട്ട് ബിസിയായി എന്ന് മാത്രമല്ല, എനിക്ക് ഡാർക്ക് ഹോഴ്സ് എന്നെ അറ്റാക്ക് ചെയ്തു. മായയിൽ പെട്ടു. പക്ഷെ ഞാൻ വിചാരിച്ചു, എന്റെ മരണത്തോട് മാത്രമേ ഞാൻ ഇത് വിടുള്ളൂ, ധ്യാനം വിടുള്ളൂ. എന്നാലും എന്തെന്നെ ആയാലും ഞാൻ 10 മിനിറ്റെങ്കിലും, എനിക്ക് 20 മിനിറ്റെങ്കിലും ഇരിക്കാണ്ട് എനിക്ക് പറ്റില്ല. എനിക്ക് ഞാനത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യേണ്ട. രാത്രിയെങ്കിലും ഞാൻ 1 മണിക്കൂറെങ്കിലും ഇരിക്കും. ഇപ്പൊ എനിക്ക് ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ, എനിക്ക് വയറുവേദന, മെൻസസിന്റെ വയറുവേദന എനിക്ക് വല്ലാത്ത പ്രശ്നമായിരുന്നു. അതായപ്പോ മുതൽ 13 വയസ്സ് തുടങ്ങി ചെറുപ്പം മുതൽ എനിക്ക് ഗുളികയൊക്കെ കഴിച്ച പല ഗുളികകളും ഞാൻ മാറി മാറി കഴിക്കും. ഈ വേദന നിൽക്കാൻ വേണ്ടി ചൂടുവെള്ളം കുറെ എടുത്ത് ഒഴിക്കും. അങ്ങനെ കടന്ന 3-4 ദിവസങ്ങൾ എനിക്ക് അത് പ്രശ്നങ്ങൾ. ഇപ്പൊ 4-5 മാസമായിട്ട് എനിക്കത് അറിയണേ ഇല്ല. അതാണ് സത്യം. പിന്നെ ക്ലെൻസിങ്, ഓരോ കുരു പോലെ വന്നൊക്കെ പൊട്ടി പോകണ്ട. അപ്പൊ എനിക്കത് മനസ്സിലാവുന്നുണ്ട്, എന്റെ ശരീരത്തിലെ ഉള്ളിലുള്ള മാലിന്യമാണ് പുറത്തേക്ക് പോകുന്നത്. പിന്നെ എനിക്ക് ഷോൾഡർ വേദന, ഈ വലത് ഷോൾഡറിലായിരുന്നു വേദന, അത് ഇടത് ഷോൾഡറിലായി. സീമാജിറ ഇതൊക്കെ കേൾക്കണോണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അത് ഞാൻ മുമ്പ് ചെയ്തത് എനിക്ക് തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ചെയ്താലും മാറുള്ളൂ എന്ന് എനിക്ക് അറിയായിരുന്നു. അതെ, ധ്യാനം ചെയ്യുന്നതോറും, അതായത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്ത വേദന നമ്മുടെ ശരീരത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ട് ക്ലെൻസ് ആവുകയാണ്. അതെനിക്ക് സഹിക്കാൻ പറ്റണുണ്ട്, എനിക്ക് അത് അംഗീകരിക്കാൻ പറ്റണുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ തിരുവാതിരക്കളി ഉണ്ടായിരുന്നു, എനിക്ക് കയ്യെ പൊക്കാൻ പറ്റില്ലായിരുന്നു. അന്ന് എന്തോ ഞാൻ എല്ലാ ഗുരുക്കന്മാരെയും എല്ലാം പ്രാർത്ഥിച്ച് എനിക്ക് ഒരു ഇതും അറിഞ്ഞില്ല. ഞാൻ നന്നായി കളിക്കാൻ പറ്റിയത് അത് എല്ലാ സകല പരമ്പരകൾക്കും, ശ്രീമാജിക്കും, സുഭാഷിക്കും, പിതാമഹ പത്രിജിക്കും താങ്ക് യു ഭൂമാതാവിന്, എല്ലാവരോടും. എനിക്ക് മൃഗങ്ങളോടൊക്കെ എനിക്കിപ്പോ വലിയ ഇഷ്ടമാണ്. എന്റെ വീട്ടില് നായ്ക്കുട്ടിയുണ്ട്, അതിനെ തൊടുക പോലും ചെയ്യില്ലായിരുന്നു. ഇപ്പൊ ഞാൻ എന്റെ ഒപ്പമാണ് അത് കിടന്നുറങ്ങണത് പോലും. എനിക്ക് അതിനെ വലിയ ഇഷ്ടമാണ്. അതായത് കരുണ, എല്ലാവരെയും ഒരേപോലെ കാണുക, അല്ലെ? അതൊക്കെ ഇപ്പൊ മാഡത്തിന് തിരിച്ചറിവുകൾ ഉണ്ടായി. ധ്യാനത്തിൽ വന്നിട്ട് നേട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ മരണം വരെ ഇത് വിടരുത്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അതെ, എനിക്ക് പറ്റണവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. അതിന്റെ വീട്ടില് എനിക്ക് പ്രശ്നം വന്നിട്ടുണ്ട്, അതിന് തമ്മിലെല്ലാം ധ്യാനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണേനാ. നിങ്ങൾ ചെയ്താ പോലെ അങ്ങനെയൊക്കെ പറയും. അപ്പൊ അങ്ങനെ ഞാൻ മിണ്ടാതിരുന്നെങ്കിൽ ഇപ്പൊ ഇത്രയും ആൾക്കാർ വരുമായിരുന്നോ? അതെ, ഞാൻ എന്നാലും എനിക്ക് പറ്റണ സുഹൃത്തുക്കളോടും എനിക്ക് അറിയണവരോടൊക്കെ ഞാൻ പറയും, എന്റെ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എനിക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞത്. എന്നാലും വീട്ടുകാരെ അവരെയും വിഷമിപ്പിക്കരുത്, അവരോട് പറയാ, ഞാൻ അത് അറിഞ്ഞതല്ലേ. അപ്പൊ എന്നിൽ മാറ്റം വന്നപ്പോ ഞാനത് മറ്റുള്ളവരോട് പറയുമ്പോഴല്ലേ ഭാരരഹിതാവുള്ളൂ, അല്ലാതെ അറിവ് പകർന്നു കൊടുത്തില്ലെങ്കിൽ ഭാരമാണ്. അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് അവരോട് റിക്വസ്റ്റ് ചെയ്യൂ വീട്ടുകാരോട് കേട്ടോ. ചെറിയവൻ എന്നോട് ഇതിനോട് കുറച്ചൊരു ഇതുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇപ്പൊ എന്തോ ചെയ്യുന്ന പറഞ്ഞില് വിടും അല്ലേ? അതെ. അപ്പൊ അതൊക്കെ നന്ദിയോട് കൂടിയിട്ട്, എന്നുവെച്ചാൽ അവര് ഉള്ളിന്റെ ഉള്ളിൽ അംഗീകരിക്കാൻ തുടങ്ങിയില്ലേ. അപ്പൊ നന്ദിയോട് കൂടിയിട്ട് അവരെപ്പോഴും നന്ദി പാടും. അവര് നമ്മളെ തടുക്കുന്നുണ്ടെങ്കിലും നമ്മള് അതും കടാണ് കേട്ടോ. അപ്പൊ അവരെ സ്നേഹിക്കുക, വീട്ടുകാരെ എതിർക്കുന്ന വീട്ടുകാരെ കൂടുതൽ സ്നേഹിക്കുക, അംഗീകരിക്കുക. ഓക്കെ അമ്മ, താങ്ക് യു.